എസ്തറിലാണ് ജോർജ് കുട്ടിനെ ചതിക്കാൻ പോകുന്ന രീതിയിലാണ് മീം ഫൺ രീതിയിലാണ് വൈറലായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ആ സാധനം. വേറെ കാര്യം ചോദിച്ചോട്ടെ അത് ഇനി എല്ലാവരും ഓക്കെ പാൻ ഇന്ത്യ വെയിറ്റ് ചെയ്യുന്ന പടത്തിന്റെ ഭാഗമാണ് ദൃശ്യം 3നെ കുറിച്ച്. അതിനെ കുറിച്ച് നിലവിൽ എന്താ പറയാൻ പറ്റുക? ദൃശ്യം 3 അദ്ദേഹത്തോട് ചോദിക്കുന്നതായിരിക്കും. ദൃശ്യം 1, ദൃശ്യം 2, ദൃശ്യം 3 മൂന്ന് പാർട്ടിലും ഒരേ ക്യാരക്ടർ അതേപോലെ ഫീൽ ചെയ്യണ്ടേ, അതേ ഇമോഷൻസ് അതേ ക്യാരക്ടറിലേക്ക് വീണ്ടും ദൃശ്യം 3ലേക്ക് ആദ്യം വന്നപ്പോൾ എന്ത് തോന്നി? എനിക്ക് തോന്നുന്നു നമ്മള് സിനിമ ഷൂട്ട് തുടങ്ങുമ്പോൾ തന്നെ ആ ക്യാരക്ടറിലേക്ക് വരും. പിന്നെ എൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഓരോ പ്രായം ഗ്രാഫ് തന്നെ ഡിഫറെൻ്റ് ആണ്. ചെറിയ കുട്ടി, പിന്നെ ടീനേജർ, പിന്നെ അഡൾട്ട് എന്നുള്ളത്. അപ്പോൾ അതങ്ങനെ നമുക്കത് എല്ലാവരുടെയും കൂടെ വരുമ്പോൾ സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഡിഫറൻസ് തോന്നിയിട്ടില്ല. ബട്ട് ഇന്ന് നമുക്ക് റോസ്ലിനെ പറ്റി ഒരൊറ്റ ചോദ്യം കൂടി കേട്ടോ. അതായത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈടായിട്ട് എസ്തറിനെ വെച്ചിട്ട് മീം ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് എസ്തറിലാണ് ജോർജ് കുട്ടിനെ ചതിക്കാൻ പോകുന്ന രീതിയിലാണ് മീം ഫൺ രീതിയിലാണ് വൈറലായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ആ സാധനങ്ങൾ. എൻജോയ് ചെയ്യുന്നുണ്ട് എല്ലാവരും എഴുതുന്ന അവരുടെ തിയറീസ്, അവർ എക്സ്പ്ലെയിൻ ഓരോ പോസ്റ്റർ കോഡിങ്ങൊക്കെ കാണാനും വായിക്കാനും ഇൻട്രസ്റ്റിംഗ് ആണ്. സിനിമ ഏപ്രിൽ വരെയല്ല, അപ്പോൾ നമുക്ക് കാണാം. ഭയങ്കര എക്സൈറ്റഡ് ആണോ എസ്തറിങ്? ഭയങ്കര എക്സൈറ്റഡ് അല്ല. ഓക്കെ ഓക്കെ. അല്ല വീണ്ടും ദൃശ്യം 2ന് ശേഷമല്ലേ? ദൃശ്യം 2ന് ശേഷം ഓക്കെ സാർ 2 വാക്കൊന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ 2 വാക്ക്. ഹാപ്പിനെസ്. എല്ലാവരും നല്ല റെസ്പോണ്ടാണ് ചെയ്തോണ്ടിരുന്നത്. നല്ല സാധനം നമുക്ക് കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടല്ലേ നമ്മളത് ചെയ്തത്. അപ്പൊ നിങ്ങൾ അവരോട് ചോദിക്കുക. അല്ല തീർച്ചയായിട്ടും ബാക്കിയുള്ളവരെ പറയട്ടെ, അവരുടെ ഒപ്പീനിയൻ അല്ലേ ഇമ്പോർട്ടൻസ്. അല്ല ഞങ്ങളുടെ പടത്തിനെ കുറിച്ച് ഞങ്ങൾ തന്നെ പറഞ്ഞ എങ്ങനെ ചെയ്യാം. ഓക്കെ പാൻ ഇന്ത്യ വെയിറ്റ് ചെയ്യുന്ന പടത്തിന്റെ ഭാഗമാണ് ഇനി ദൃശ്യം 3നെ കുറിച്ച് എന്താ ഒന്നും പറയുന്നില്ല. ശരിയാണ്. ഒന്നും നിലവിലെന്താ എക്സൈറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ? ഓക്കെ എന്തായാലും സാറ് ഹാപ്പി അല്ലേ? അതെ. ആ